ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ഒരു മീൻകുളത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അതിന്റെ കൺസ്ട്രക്ഷൻ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മീൻ ഇടുന്നതിന് മുമ്പുള്ള ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, എവിടുന്ന് മീൻ മേടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ മീൻ മേടിച്ചത് കുമരകത്തുള്ള ഒരു ഫിഷ് ഫാമിൽ നിന്നായിരുന്നു. ഒരു തിലാപ്പിക്ക് 2.5 രൂപ വെച്ചാണ് ഞാൻ ഇതിന് മേടിച്ചത്. കുളത്തിന്റെ കൺസ്ട്രക്ഷൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ മേടിക്കാൻ പോയ ഫാം. ഒരു ഹൗസ് ബോട്ട് ഷേപ്പിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇതിന് ചുറ്റും കുളങ്ങളാണ്, അതിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ മീൻ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആദ്യമേ നമ്മൾ വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ അതിന്റെ pH ചെക്ക് ചെയ്യണം. അതായത് pH എന്ന് പറയുന്നത് 7 ആണ് നമുക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് വേണ്ടത്. 7 ആണെങ്കിലാണ് മീന് നന്നായിട്ട് വളരാൻ സാധിക്കുന്നത്. അപ്പൊ pH ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് ഒരു pH ടെസ്റ്റിംഗ് സൊല്യൂഷൻ നമ്മൾ ആദ്യമായിട്ട് വേണ്ടി. ഇതെല്ലാം കെമിക്കൽ ഷോപ്പിലും കിട്ടുന്നതാണ്. ഒരു 150 രൂപ ആ റേഞ്ചിലേക്ക് ഇതിന് വില വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇത് മേടിച്ച് നമ്മളൊരു pH ലെവൽ ചെക്ക് ചെയ്യണം ആദ്യമേ തന്നെ. ഇതിൽ നമുക്ക് കുറച്ച് കളർ കോഡിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബ് ഇതിന്റെ കൂടെ തന്നെ കിട്ടും. ആദ്യമേ തന്നെ നമ്മുടെ പോണ്ടിലെ വെള്ളം നമ്മൾ എടുക്കുക. അളവൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബിൽ വെള്ളം എടുത്തിട്ട് അവർ പറഞ്ഞിരിക്കുന്ന അളവിൽ ഈ സൊല്യൂഷൻ കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. അതിനുശേഷം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം ഈ കളർ നോക്കുക. അതായത് ഇവിടെ കുറച്ച് കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കളറിന് നേരെ അതിന്റെ pH വാല്യൂയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് കളറാണോ വരുന്നത് ആ കളറായിരിക്കും അതിന്റെ pH വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കുളത്തിലെ വെള്ളത്തിന്റെ pH നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് 7 ആണ് എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് pH മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. ചില സ്ഥലങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് 7 കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ 6.5 7.5 ഇടയ്ക്കുള്ള ഏകദേശം ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയാലും മതി. അപ്പൊ pH എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതാണ് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത്, pH വാല്യൂ. ഇത് നമ്മൾ രണ്ടാമതായിട്ട് നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മീൻ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അതിനെ കുളത്തിലേക്ക് ഇടരുത്. നമ്മൾ മീൻ മേടിച്ച കവറിൽ തന്നെ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ കുളത്തിലേക്ക് അതിനെ വെച്ചേക്കുക, സെയിം കവറിൽ തന്നെ. അപ്പോഴാണ് ആ പുതിയ വെള്ളമായിട്ട് ആ മീനൊന്ന് ചേരത്തുള്ളൂ. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നത് മീനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇറക്കുന്നതിന് പകരം നമ്മൾ ഈ കാണുന്ന പോലെ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് മേടിക്കുക. എന്നിട്ട് ഒരു ലൈറ്റ് ആയിട്ട് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതേ കുളത്തിലെ വെള്ളത്തിൽ തന്നെ കലക്കുക. അതിനുശേഷം കുറച്ച് കല്ലുപ്പും വേറൊരു ബക്കറ്റിൽ നമ്മൾ അതേ കുളത്തിലെ വെള്ളത്തിൽ തന്നെ കലക്കുക. അതിനുശേഷം മീനെ എടുത്തിട്ട് നമ്മൾ ഈ ഓരോ സൊല്യൂഷനിലും 10 സെക്കൻഡ് വീതം മുക്കിപ്പിടിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ മീൻ മേടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫംഗൽ ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകളോ ഉണ്ടെങ്കിൽ അത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കുളത്തിൽ ഇട്ടതിന് ശേഷം ഒരു മീന് വല്ല ഫംഗൽ ഡിസീസ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ള മീനെയും കൂടി ബാധിക്കും. അപ്പൊ നമ്മൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ മുക്കിയിട്ട് നമ്മൾ കുളത്തിലേക്ക് മീനെ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിന്റെ രോഗങ്ങൾ അപ്പോഴേ ഒന്ന് മാറിക്കിട്ടും. പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, മറ്റു മീനുകളിലേക്ക് ആ രോഗങ്ങൾ പടരത്തുമില്ല. അപ്പൊ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിലും കല്ലുപ്പിന്റെ സൊല്യൂഷനിലേക്കും നമ്മൾ ഉറപ്പായിട്ട് മുക്കിയതിനു ശേഷം മാത്രമേ മീനെ കുളത്തിലേക്ക് നിക്ഷേപിക്കാവുള്ളൂ. അപ്പൊ അതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു നാച്ചുറൽ പോണ്ട് പോലെ ഒരിക്കലും വെള്ളത്തിൽ ഡിസോൾഡ് ഓക്സിജൻ കൂടത്തില്ല ഒരു പടുതാക്കുളത്തിൽ. അപ്പൊ നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ, മീന് വേണ്ടി ഓക്സിജൻ നമ്മൾ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു എയറേറ്റർ എന്ന് പറയുന്ന മോട്ടർ. ഇത് ശരിക്കും 2 ഔട്ട്ലെറ്റ് ആണുള്ളത്. നമ്മൾ വലിയ കുളമാണെങ്കിൽ കൂടുതൽ ഔട്ട്ലെറ്റ് ഉള്ള മോട്ടറാണ് മേടിക്കേണ്ടത്. ഇതിന് ഏകദേശം 250 രൂപ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ വില വരത്തുള്ളൂ. അപ്പം എയറേറ്ററിന്റെ കണക്ഷൻ മസ്റ്റ് ആയിരിക്കണം. നമ്മളൊരു പടുതാക്കുളം അല്ലെങ്കിൽ നാച്ചുറൽ പോണ്ട് അല്ലാത്ത ഏതൊരു സോഴ്സിലും മീൻ വളർത്തുവാണെങ്കിൽ നമുക്കൊരു എയറേറ്റർ വളരെ നിർബന്ധമായിരിക്കണം. അപ്പൊ ഇതാണ് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളത്തിന്റെ അമോണിയ ലെവൽ. നമ്മൾ മീൻ ഇട്ടതിന് ശേഷം നമ്മളൊരു ഫിൽട്രേഷൻ സിസ്റ്റം മസ്റ്റ് ആയിട്ടും വെച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചീത്തയാകുന്ന സമയത്ത്, വെള്ളത്തിന് കളർ മാറുന്ന സമയത്ത് നമ്മൾ അത് വെള്ളം മാറ്റി നല്ല വെള്ളം നമ്മൾ വീണ്ടും കുളത്തിലേക്ക് അടിക്കേണ്ടതായിട്ട് വരും. അതായത് അമോണിയ ലെവൽ കൂടുന്ന അറിയുന്നത് നമ്മുടെ മീനുകൾ കുറച്ച് കഴിയുമ്പോൾ ചത്തു പൊങ്ങാൻ തുടങ്ങും. ഈ കാണുന്ന എന്റെ കസിന്റെ വീട്ടിലെ കുളത്തിലെ മീനുകളാണ് അമോണിയ ലെവൽ കൂടിപ്പോയപ്പോൾ ചത്തുപോയതുണ്ട്. ഏകദേശം നമ്മളിപ്പോ 1 മാസത്തിന് ശേഷമൊക്കെ വെള്ളം മാറാതിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫിൽട്രേഷൻ സിസ്റ്റം ഇല്ലെങ്കിൽ മീൻ ചിലതൊക്കെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അല്ലാതെ തന്നെ വെള്ളം നല്ലപോലെ ഇരുണ്ട കളറായിട്ട് മാറും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അമോണിയത്തിന്റെ ലെവൽ വളരെയധികം കൂടും. അമോണിയം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന മീനിന്റെ വേസ്റ്റുകൾ അല്ലെങ്കിൽ ഫുഡിന്റെ വേസ്റ്റുകൾ ഇതൊക്കെ കൂടിയാണ് അമോണിയം ഫോം ചെയ്യുന്നത്. ഇങ്ങനെ അമോണിയം ഫോം ചെയ്ത് കഴിഞ്ഞാൽ മീൻ അത് വളരെയധികം കേടായിട്ട് തന്നെ ബാധിക്കും. അപ്പൊ നമ്മൾ നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ അമോണിയത്തിനെ നമുക്ക് നീക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഫിൽട്രേഷൻ സിസ്റ്റം വെക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ വെള്ളത്തിന്റെ സ്രോതസ് കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ 1 മാസം കൂടുമ്പോൾ ആ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞിട്ട് നല്ല വെള്ളം കുളത്തിലേക്ക് അടിച്ചാലും മതിയാവും. ഈ കാണുന്ന എന്റെ കുളം വറ്റിച്ചപ്പോഴുള്ള അവസ്ഥയാണ്. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം
ആ താഴെയൊക്കെ ധാരാളം മീനിന്റെ വേസ്റ്റുകളുണ്ട്. അതെല്ലാം കൂടിയപ്പോഴാണ് വെള്ളം ഇരുണ്ടു പോയത്. അപ്പോൾ തന്നെ നമ്മൾ വെള്ളം മാറ്റുമായിരുന്നു. അമോണിയം ലെവലും ഹൈ ആയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സബ്മേഴ്സിബിൾ പമ്പായിരുന്നു വെള്ളം പമ്പ് ചെയ്ത് കളയാൻ ഉപയോഗിച്ചത്. ചെറിയ പമ്പ് ആയതുകൊണ്ട് തന്നെ ഏകദേശം 2 മണിക്കൂർ എടുത്തു നമ്മൾ ഈ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ. അതിനുശേഷം നമ്മൾ വീട്ടിലെ മോട്ടോർ ഉപയോഗിച്ച് തിരിച്ചപ്പോൾ തന്നെ വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്ത് കുളം നിറച്ചു. പിന്നെ നമ്മൾ മീൻ ഇട്ടതിന് ശേഷം എല്ലാ വീക്കിലും നമ്മൾ pH ചെക്ക് ചെയ്തുകൊണ്ട്, കാരണം pH വേരി ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാ വീക്കിലും നമ്മൾ pH ചെക്ക് ചെയ്തിട്ട് pH കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അത് 7ലേക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ pH ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിന്റെ പുറകെ ഇടുന്നതായിരിക്കും. മീൻകുളത്തിന്റെ അപ്ഡേഷൻ ആയിട്ട് നമ്മൾ എല്ലാ ബുധനാഴ്ചകളിലായിരിക്കും മീൻകുളത്തിന്റെ വീഡിയോ ഇടുന്നത്. സോ അടുത്ത ബുധനാഴ്ച നമ്മൾ pH ചെക്ക് ചെയ്ത കുറവാണോ കൂടുതലാണോ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അതിന് വേണ്ട റെമഡീസ് എന്തൊക്കെയാണെന്നുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. ഈ മീൻ കൃഷി എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെയധികം ലാഭം കിട്ടുന്ന ഒരു കൃഷിയാണ് മീൻ കൃഷി എന്ന് പറയുന്നത്. ഇവൻ സ്ഥലമില്ലാത്ത ആൾക്കാർ പോലും ടെറസിന്റെ മുകളിൽ പോലും കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായ മീൻ കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പം കുറച്ച് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്കും ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. മീൻ കൃഷിയിൽ നമുക്കും കുറച്ച് ലാഭം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ കൂടി ചെയ്തേക്കുക. അപ്പൊ ഇതിന്റെ അപ്ഡേഷൻ ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ബുധനാഴ്ചകളും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. എല്ലാവരും കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.